അമേരിക്കൻ പടക്കപ്പലിൽ ഇറാന്റെ ആദ്യത്തെ ബോംബ്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ട്രംപ് വിരണ്ടു പോകുന്നു എന്നതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ഇറാൻ സംഘർഷം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ നടക്കാനിരിക്കുന്ന ഔപചാരികമായിട്ടുള്ള ചർച്ചകൾ അത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെ ചിലർ സമാധാനത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കലായി കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇറാന്റെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങളായിട്ടുള്ള ഉപരോധങ്ങളും ഭീഷണികളും അതൊക്കെ നേരിട്ടിട്ടും ഇറാൻ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല അമേരിക്കയ്ക്ക്. മറിച്ച് ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളും സ്വയം പര്യാപ്തമായിട്ടുള്ള സൈനിക ശേഷിയും ഒക്കെ വികസിപ്പിച്ച് ലോകശക്തികളെ പോലും ചർച്ചാമേശയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ഇറാൻ നിർബന്ധിതരാക്കി എന്നുള്ളതാണ്. ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് അമേരിക്ക നടത്തിയ പരസ്യ മുന്നറിയിപ്പുകൾ നയതന്ത്രത്തെ സഹായിക്കുന്നതല്ല, മറിച്ച് സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണമെന്ന പ്രസ്താവന നടത്തിയത് തന്നെ അത്തരത്തിലാണ്. ചർച്ചാമേശയിലേക്ക് വരുമ്പോഴും അമേരിക്കയുടെ സമീപനം ഭീഷണിയിലാണ് അടിയുറച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവാണിതെന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, എന്നാൽ ഇത്തരമുള്ള വാക്കുകൾക്ക് മുന്നിൽ ഇറാൻ തളരുന്നില്ല എന്നതാണ് പ്രധാന സത്യാവസ്ഥ. കാരണം ഇറാൻ ഇതിനകം തന്നെ പതിറ്റാണ്ടുകളായിട്ട് ഈ ഭീഷണികളും ആക്രമണങ്ങളൊക്കെ അതിജീവിച്ച രാഷ്ട്രമാണ്. ഇറാൻ വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, അതായത് സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ കീഴടങ്ങലിന് തയ്യാറല്ല. തങ്ങളുടെ ആണവ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാണ് എന്നും അത് അന്താരാഷ്ട്ര നിയമപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നതാണ് എന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ചർച്ചകളെ ആണവ വിഷയത്തിൽ മാത്രം ഒതുക്കുവാൻ തയ്യാറാകാതെ മിസൈൽ പദ്ധതികളും പ്രാദേശിക ബന്ധങ്ങളും മനുഷ്യാവകാശ ചർച്ചകളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചർച്ചയില്ല, ഒരു രാഷ്ട്രീയ കുടുക്കാണ് എന്ന വിമർശനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായി ഉയരുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പശ്ചിമേഷ്യ പോലൊരു പ്രദേശത്ത് ശത്രുതയും ആക്രമണ ഭീഷണിയും സ്ഥിരമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നത് യാഥാർത്ഥ്യബോധമുള്ള വസ്തുതയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ നിരന്തര ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കൻ നാവിക വ്യോമസേനകൾ ഇറാന്റെ അതിർത്തികൾക്കടുത്ത് വിന്യസിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഒരു സ്വതന്ത്ര രാജ്യത്തോട് പറയുന്നത് നീതിയില്ലാത്ത സമീപനമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ മിസൈൽ വികസനം തുടരുന്നത് ആക്രമണത്തിന്റെ ലക്ഷ്യത്താലല്ല, മറിച്ച് തടയൽ ശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് ലോകം മനസ്സിലാക്കേണ്ടതാണ്. ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതീകമാണ് സെജ്ജിൽ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ. ഖര ഇന്ധന സംവിധാനമുള്ള ഈ മിസൈലുകൾ വേഗത്തിൽ വിക്ഷേപിക്കുവാനും ദീർഘകാലം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുവാനും കഴിയുന്നതാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണ്, ആക്രമണം സംഭവിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും, അതും അതിവേഗവും നിർണായകവുമായിട്ടുള്ള മറുപടി